ഹലോ. അപ്പോൾ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള സറിയൽ ബിംബങ്ങൾ എന്നൊന്ന് പരിചയപ്പെട്ടാലോ? ഞാൻ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ജൂൺ എന്നുള്ള കവിതയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. സ്കൂൾ പഠനകാലത്ത് ഈ കവിത കേൾക്കുക, അത് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളൊക്കെ ബോറായിരുന്നു. പഠിപ്പിച്ച അധ്യാപകന്മാരുടെ ദോഷമാണോ എൻ്റെ ദോഷമാണോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്തായാലും കവിത അന്ന് ആസ്വദിക്കാത്തൊരു സാധനമായിരുന്നു. പക്ഷെ ഇന്ന് കവിത ഞാൻ വായിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്നു, കേൾക്കാൻ. നിങ്ങളുടെ അവസ്ഥ എനിക്കറിയില്ല. എന്തായാലും എനിക്ക് തോന്നിയിട്ടുള്ളത് റിയാലിറ്റി നമ്മെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ബോറടിപ്പിക്കും. നമ്മുടെയൊക്കെ ലൈഫിൻ്റെ ഒരു റിയാലിറ്റി ചിലപ്പോൾ ബോറായിരിക്കും. അന്നേരം നമുക്ക് ഫാൻറ്റസിയെ കൂട്ടുപിടിക്കാതെ ജീവിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ മദ്യത്തിൽ വെള്ളം ചേർത്ത് കഴിക്കുന്ന പോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് മദ്യം പച്ചക്കങ്ങ് വിഴുങ്ങിയാൽ കുടൽ കത്തും, വെള്ളം മാത്രം കുടിച്ചാൽ കിക്കും കിട്ടില്ല. അപ്പോൾ രണ്ടും കൂടെ സമാസമം ചേർത്ത് നമ്മൾ അടിക്കുന്ന പോലെയാണ് ഈ റിയാലിറ്റിയും ഫാൻറ്റസിയും നമ്മളൊന്ന് പാരലായിട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അനുഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കലണ്ടറിൽ നിന്നും കറുത്ത പക്ഷികൾ കരിയടുപ്പിലെ കടർന്നു വീഴുന്നു. ഒരു വിധവതൻ വരണ്ട വേരുകൾ ജനലഴികളെ കരണ്ടെടുക്കുന്നു. ഉടഞ്ഞ കണ്ണാടിക്കകത്തു നിന്നാരോ മുറിഞ്ഞ കാലുമായി നടന്നെടുക്കുന്നു. വിരലു വീഴാത്ത തബലകൾക്കുള്ളിൽ അവൻ്റെ കാലൊച്ച പ്രതിധ്വനിക്കുന്നു. നിലച്ച സിത്താറിൻ തളിരിലകളെ തണുത്ത കാറ്റുകൾ കടിച്ചു തിന്നുന്നു. ടെലഫോണിൻ റിസീവറിൽ നിന്നും മരിച്ച മേഘത്തിൻ മുരൾച്ച കേൾക്കുന്നു. ഇതിലൊക്കെ ഒരു ദാലി ചിത്രം നമ്മൾ കാണുന്ന ഒരു ഫീലിംഗ് ആണ് ഈ വരിയൊക്കെ വായിക്കുമ്പോൾ. മഴയുടെ നീല വലയ്ക്കകത്തൊരു കവിയുടെ ശിലാശിരസ് കിട്ടുന്നു. ചിറകുകൾ നനഞ്ഞൊലിക്കും ഓർമ്മകൾ കഴുമരത്തിന്മേൽ പറന്നിറങ്ങുന്നു. മുറിക്കകത്തൊരു ശവപ്പെട്ടിക്കുള്ളിൽ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഉരിഞ്ഞു വീഴുന്നു. ഇടം കൈയിൽ ചാമ്പൽ കുടവുമായി നഗ്ന പുരോഹിതൻ നിന്നു മഴ കുടിക്കുന്നു. ഇടം കൈയിൽ ചാമ്പൽ കുടവുമായി നഗ്ന പുരോഹിതൻ നിന്നു മഴ കുടിക്കുന്നു. ഈ കവിത ഇത്തരം സറിയൽ ബിംബങ്ങൾ ഉപയോഗിച്ചിട്ട് മലയാളത്തിൽ എഴുതി എനിക്ക് തോന്നുന്നൊരു നല്ല കവിതയാണ്. ഇനിയും അത്തരം കവിതകളുണ്ടോ എന്ന് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ പറയൂ.